മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു സന്ദേശം ഞാൻ ഈ അടുത്ത കാലത്ത് കുറേ പ്രഭാഷണങ്ങളിൽ പറയാറുള്ളതാണ്. ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് 1917, 18, 19 കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ ഗ്രന്ഥങ്ങളും വീക്ഷണങ്ങളുമെല്ലാം ഭാരതത്തിൽ കുറേശ്ശെയായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയത്. കമ്മ്യൂണിസത്തിന് ഭാരതത്തിൽ സ്വീകാര്യത വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 97, 98, 99 വർഷമായി എന്ന് ചുരുക്കം. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ വാക്കുകളോ വരികളോ ഗ്രന്ഥങ്ങളോ വീക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ ആധാരമായിട്ടുള്ള അറിവുകളോ ഇന്ന് എത്ര പേർക്കറിയാം? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അത് വായിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അതിന് പറഞ്ഞിരിക്കുന്ന മാതിരി ഒന്നുമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം പ്രചരിപ്പിച്ചത്. ലോകത്തില് ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഇലക്ഷനിലൂടെ ആദ്യം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അദ്ദേഹത്തിൻ്റെതാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെതിരാണ്. അതിനുശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കൊള്ളാം. AKG എടുത്തു നോക്കാം, ജ്യോതി ബാസുവിനെ എടുത്തു നോക്കാം, ആരെ വേണമെങ്കിലും, സുർജിത്ത് സിംഗിനെ എടുത്തു നോക്കാം. ഇവരാരും അവരുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ പ്രസംഗത്തിലോ ഒന്നും കമ്മ്യൂണിസത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 93 വയസ്സായിട്ടുള്ള അച്യുതാനന്ദൻ അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. അത് വായിച്ചാൽ അതിൻ്റെ ABCD മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള പാർട്ടിയല്ല അച്യുതാനന്ദൻ. പിണറായി വിജയൻ അത് തൊടാനും പോലും സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ സാധനം എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അദ്ദേഹത്തിന് വേറെ ധാരാളം കപ്പാസിറ്റികളുണ്ട്. ഞാൻ കപ്പാസിറ്റി ഇല്ല എന്നല്ല പറഞ്ഞത്, ഇത് വായിച്ചു മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എടുത്ത് നോക്കാം. ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച കമ്മ്യൂണിസ്റ്റ് CPI ആണെങ്കിലും CPM ആണെങ്കിലും ആരെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളുടെ ആധാര ഗ്രന്ഥങ്ങളോ കമ്മ്യൂണിസം വിവരിക്കുന്ന അതിൻ്റെ വീക്ഷണം വിവരിക്കുന്ന അത് പ്രയോഗത്തിൽ വരുത്തിയ രീതികൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 100 വർഷം പോലും തികയാത്ത ഒരു സിദ്ധാന്തം ഗ്രന്ഥസമൂഹം അതിൻ്റെ പ്രോക്താക്കൾ തന്നെ തുറന്നു പോലും നോക്കാത്തൊരവസ്ഥ. അതേ സമയത്ത് ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇന്നും കർക്കിടക മാസത്തിൽ വായിക്കുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. രാമായണം ഒരു മാനേജിംഗ് ഗ്രന്ഥമായിട്ട് ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഫാദർ ജസപ്പ്, ഫിലിപ്പ് ജസപ്പ് എന്ന് പറയുന്ന പ്രിൻസിപ്പാള് ലണ്ടനിൽ അവരുടേതായിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ടൈപ്പ് സ്കൂളുണ്ട്. അവിടെ 15 മിനിറ്റ് കമ്പൽസറിയാണ് രാമായണം വായിക്കണം എന്നുള്ളത്. ധാരാളം കുട്ടികൾ അവിടെയുണ്ട്. അപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും വീടുകളിലും ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നു ത്രേതായുഗത്തിലെ രാമായണം. ഇന്നും അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും വീടുകളിലും വായിച്ചുകൊണ്ടിരിക്കുന്നു ദ്വാപരയുഗത്തിലെ ഭാഗവതം. ഇന്നും 10,000-കണക്കിന് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവത്ഗീത. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണാം. കൃതയുഗത്തിൽ എഴുതി എന്ന് പറയുന്ന വേദം, ഞാൻ ഇന്നലെയും മിനിയാന്നുമൊക്കെ എറണാകുളത്തും തൃശ്ശൂരിലും ഒക്കെ ആയിരുന്നു. കുറേ പ്രഭാഷണ പരമ്പരകളുണ്ടായിരുന്നു. ആ പ്രഭാഷണങ്ങൾ കഴിഞ്ഞാൽ 10 മണിക്കും 2 മണിക്കുമാണ് പ്രഭാഷണമെങ്കിൽ, രാത്രിയാണെങ്കിൽ പതിവില്ല. 10 മണിക്കും 2 മണിക്കും എവിടെയൊക്കെ പ്രഭാഷണമുണ്ടോ അവിടെയൊക്കെ 1.25 മണിക്കൂർ 2 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞ് വേദത്തിൻ്റെ ക്ലാസ് കമ്പൽസറി ആക്കി. ഈ പ്രഭാഷണത്തിന് 500 പേര് വരുന്നുണ്ടെങ്കിൽ 400 പേരും വേദം പഠിക്കാനിരിക്കുന്നു. അത്ഭുതം തോന്നി. 10ഉം 15ഉം പേരിരുന്നാൽ ഭാഗ്യമെന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് ശരിക്ക് 80-90% ആൾക്കാരും, സ്ത്രീകളും പുരുഷന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും
എല്ലാം വേദം പഠിക്കാനിരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെയും മിനിഞ്ഞാന്നുമല്ല, കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഞങ്ങൾ കാണുന്നു. അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ധാരാളം സ്കൂളുകളിലേക്ക് രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 9:15 അല്ലെങ്കിൽ 9:30 അല്ലെങ്കിൽ വൈകുന്നേരം 1 മണിക്ക് അല്ലെങ്കിൽ 1:15 അല്ലെങ്കിൽ 1:30 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് 3:30 മണിക്ക് സ്കൂളുകൾക്കെല്ലാം 10ഉം 700ഉം 800ഉം കുട്ടികൾ ടെലിവേദ ക്ലാസ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഫോണിൽ ആ സ്കൂളിലേക്ക് വിളിക്കും. അവരുടെ സ്മാർട്ട് ഫോൺ സ്പീക്കറിലിട്ട് മൈക്കിൻ്റെ അടിയിൽ വെച്ച് അധ്യാപികമാരും അധ്യാപകരും വിദ്യാർത്ഥികളും വേദം പഠിക്കാൻ മുമ്പോട്ട് വരുന്നൊരു കാഴ്ച. കൃതയുഗത്തിൽ എഴുതി എന്ന് പറയുന്നത് എത്ര വർഷമായി എന്നുള്ളതൊന്നും നമ്മൾ ഏതായാലും 100 വർഷം പോലും തികയാത്ത കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾ അത് വായിക്കാൻ ആരും ഇല്ലാത്തൊരു കാലം, 10,000-കണക്കിന് വർഷം. ഇനി അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ഭാരതീയ ഗ്രന്ഥങ്ങൾ ഇന്നുമുണ്ട്. 2000 വർഷം പോലും പ്രായമാവാത്ത AD 273 യേശുക്രിസ്തു മരിച്ച 273 വർഷം കഴിഞ്ഞ് ഗ്രീക്കിൽ ചേർന്ന ക്രിസ്ത്യാനികളുടെ യോഗമാണ് കുരിശും ബൈബിളും അവരുടെ ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചത്. കുരിശും ബൈബിളും ഗ്രന്ഥമായിട്ടും സിമ്പിളായിട്ടും അംഗീകരിച്ചത് അങ്ങനെയാണ്. ആ ബൈബിള് ഇന്ന് അമേരിക്കയിൽ വായിക്കാൻ ആരുമില്ല, ഇംഗ്ലണ്ടിൽ വായിക്കാൻ ആരുമില്ല, കാനഡയിൽ വായിക്കാൻ ആരുമില്ല, യൂറോപ്പിലും വായിക്കാൻ ആരുമില്ല. അതൊക്കെ അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. വായിക്കാൻ ആരുമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റ ആൾ പോലും വായിക്കുന്നില്ല എന്നല്ല, 1% പോലും വായിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഈ ഇടക്കാലത്തുണ്ടായതെല്ലാം തട്ടിത്തെറിപ്പിക്കപ്പെടുന്നു. അനാദികാലം മുമ്പുണ്ടായത് ഇന്നും ജനങ്ങൾ സ്വീകരിക്കുന്നു. എന്തേ സ്വീകരിക്കുന്നു? നിലനിൽക്കേണ്ടതിനെ കാലവും ദേശവും ജനതയും നിലനിർത്തും. നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ കാലവും ദേശവും ജനതയും തള്ളിക്കളയും എന്നുള്ളതിന് തെളിവാണ് ഇത്. പ്രണാമം, നമസ്കാരം.